ഷോ എന്തോ ഒരു സാധനങ്ങൾ അതിൻ്റെ അകത്ത്. ഒരു കാറിൻ്റെ അകത്ത് ഇത്രയ്ക്കൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടോ? അയ്യോ ആ മോളെ എത്തി നോക്കണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇങ്ങോട്ട് പോരും ബാബച്ചേ, വന്ന് പോവാണോ? കാറ്റേ കാറ്റേ ഈ പൂക്ക മൂത്ത് നരച്ച് മുതുക്കനായല്ലോടാ. അവൻ പൂക്കാമരം കൊണ്ട് നിൽക്കുക. പണി എന്നായി? പണിയുമല്ലേ? ഞാൻ കണ്ടു കിടന്ന് പണി എന്നാണ്. വണ്ടിയുടെ പണി എന്നായിരുന്നു? ആശാൻ ഈ പണി എന്നല്ലാതെ ഇതുവരെയും പറഞ്ഞ പണം ഒന്നും ഇങ്ങോട്ട് തന്നിട്ടില്ലല്ലോ. എന്തോ തന്നില്ലെന്ന്? പണം ഒന്നും ഇങ്ങോട്ട് തന്നിട്ടില്ലെന്ന്. പണം തന്നെ പണവും. നീ പണം നശിപ്പിച്ച വണ്ടിയുടെ പണം ഞാൻ ഇപ്പോഴും അടച്ചോണ്ടിരിക്കുക. ആദ്യം പണി പിന്നെ പണം. ഈ വണ്ടിയുടെ ഷോക്ക് അപ്സർക്ക് മാറിയിട്ടിരിക്കുക. ഏതിന്റെ? ഈ വണ്ടിയുടെ. ഇതിന്റെ ഷോപ്പ് കസർ മാറാണോ പറഞ്ഞത്? എടാ ഓയിൽ മാറാൻ പറഞ്ഞ വണ്ടിയുടെ ഷോപ്പ് കസർ മാറ്റി വെച്ചിരിക്കുന്നു. അയ്യോ അപ്പൊ ഷോക്ക് അപ്സർ മാറാൻ പറഞ്ഞ ഏത് വണ്ടിയുടെയാ? അപ്പന്റെ വണ്ടിയുടെ. എന്റെ അപ്പനെ ഷോക്ക് അപ്സറിനെ ഒരു ക്രാഷ് ആയിട്ട് തൂക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. നീ ചൂണ്ടുവോ? ഞാൻ വലിക്കും. ഓ ഇവിടെ ഒരു പുതിയ പണിക്കാരനുണ്ടല്ലോ, അവന്റെ വിചാരം മൂട്ടുവാണ് ഇവിടുത്തെ മെയിൻ മേശരി എന്നാ. ഞാൻ എന്നാ പറഞ്ഞാലും ആ ചെറുക്കിന് അനുസരിക്കല്ലേ. അതുകൊണ്ട് ആശാനൊന്നും അവനോട് പറയണം ഞാനും തറവാട്ടി പറഞ്ഞൊരു മേശരിയാണെന്ന്. ആ വാട മാറ്റി തറയാക്കിയാ മതി. എന്നാ ഞാൻ പണയാവുന്ന. ആ പണഞ്ഞാ പോരാ, പണയണം. ഓയിൽ മാറാൻ പറഞ്ഞ വണ്ടിയുടെ ഷോപ്പ് കസർ മാറ്റി വെച്ചിട്ട് ഞാൻ വൈകിട്ട് വരുമ്പോ എന്ത് പറയും? ഏതാണ്ട് കുരുകുരിപ്പ് പോലെയാ. ഈ വീൽ അങ്ങോട്ട് ഊരിയെടുത്തേക്കാം. ഇതാ നല്ലത്. വണ്ടിയെ തൊട്ട് പോകരുത്. വൈകിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നീ കാശിന് വാ. ബേബി, എന്റെ ബാറുകൾ കത്തിച്ച് ചാമ്പലാക്കിയത് ആ സുബ്രഹ്മണ്യനാണ്. അവ ഓരോ കരു നീക്കിയപ്പോഴും കുട്ടിക്കളിയാണെന്ന് വിചാരിച്ച് ഞാൻ മിണ്ടാതിരുന്നു. പക്ഷെ അവൻ കളി മാറ്റി പിടിച്ചു. എന്റെ ഒരുപാട് കാലത്തെ സ്വപ്നമായിരുന്നു തുമ്പമറ്റത്തെ ബാർ. അതൊരു വർഷം തികയുന്നതിന് മുമ്പ് അവൻ തകർത്തു. പാലത്തൂരിലെ വരുമാനം പ്രതീക്ഷിച്ചതിനും അപ്പുറത്തായിരുന്നു. പക്ഷേ അതും ഇതിൻ്റെ എല്ലാം പിന്നിൽ അവൻ്റെ കരങ്ങൾ തന്നെ. ഇനി എൻ്റെ ഊഴം. മുതലാളി, സുബ്രഹ്മണ്യനെ എതിർത്ത് നിൽക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. മുതലാളി പറഞ്ഞതുപോലെ അത് വെറും കുട്ടിക്കളിയുമല്ല. കളി നല്ലതുപോലെ പഠിച്ചവൻ തന്നെയാണ് സുബ്രഹ്മണ്യൻ. എൻ്റെ തകർച്ചയാണ് അവൻ ആഗ്രഹിക്കുന്നത്. സമ്മതിക്കില്ല ഞാൻ. ബേബി, എൻ്റെ കൈ മുറുകെ പിടിച്ചാൽ ബേബിക്ക് കയറി വരാം. അവന് നീ ജീവിച്ചിരിക്കാൻ പാടില്ല. ബേബിക്ക് കാര്യം മനസ്സിലായില്ലേ? പെരിയവരെ വരട്ടെ, ഞാനെടുക്കാം. ഹലോ, ആരാ? ബേബിയോ? മത്ത് ബേബിയോ? നീ ആയിരുന്നോ? തരകന്നെ നക്കാൻ പോട്ട് ഞങ്ങളെ ഫോൺ വിളിക്കാൻ നാണമില്ലടാ. പെരിയവര് നിന്നെ കൊന്നു കുഴിച്ചു മൂടും. അത്രയ്ക്കും കലിപ്പില്ല പെരിയവര്. തൽക്കാലം നീ ഫോൺ വെക്കുന്നതായിരിക്കും നല്ലത്. പെരിയോർക്ക് അവരോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞത്? അയോഗ്യനായ നീ വീണ്ടും എന്നോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നതിനർത്ഥം ഒന്നെങ്കിൽ ആ പരട്ട തരകന്റെ വക്രബുദ്ധി, അല്ലെങ്കിൽ എന്നെ മുതലാക്കാൻ നീ സ്വയം കളിക്കുന്ന ഒരു കളി. അതെനിക്ക് നല്ല തെരിയുണ്ടാ. നീ എണ്ണിക്കോ. 1, 2, 3 ദിവസം അവന് ഞങ്ങൾ സമയം കൊടുത്തിരിക്കുക. அதுக்குள்ள ஃபினிஷ் பண்ணியிருக்கோம். நாங்க வந்தா உன் பிரச்சனை தீர்ந்துடுமா? இப்போ எங்க இருக்க நீ? சரி நான் அங்க வரேன்.